അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. എന്താ ഉദ്ദേശം? ഈ ക്യാമറയിലെ ചേട്ടന്മാരൊക്കെ പിടിച്ചിരിക്കും, ഞങ്ങളെയും പിടിച്ചിരിക്കും. ബാക്കി ഒരൊറ്റ പിള്ളേരില്ല ഇങ്ങനെ. ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാം. ജിയോയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാകുമെന്ന തോന്നണേ. ഞാൻ പോവാ, എനിക്ക് നിങ്ങളൊപ്പം നിൽക്കാൻ താല്പര്യം. ജിയോയുടെ കുസൃതികളിൽ ആകെ അസ്വസ്ഥയാണ് ചാരു. ഒന്നില്ലെങ്കിൽ ജിയോ ഇവിടെ നിന്ന് പോണം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോണം. ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗാർലിക് ന്യൂഡിൽ. ഇന്നത്തെ കുട്ടി പാചകത്തിൽ ഒരു ചൈനീസ് ഡിഷാണ്. എന്താണെന്ന് നോക്കിയാലോ. കൃഷ്ണമൂർത്തിയെയും ട്രോളിയിൽ കയറ്റി ഹൈപ്പർ മാർക്കറ്റിൽ വലിയൊരു ഷോപ്പിംഗിൽ നീതുവും ദേവനന്ദയും. ചോക്ലേറ്റ് വേണോ? വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. ശരിക്കുമുള്ള വിശേഷം തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. നമസ്കാരം. ഫ്രൂട്ട് ഒമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിന്റെ മധുരം നിറഞ്ഞൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സമയം കളയുന്നില്ല, പതിവ് പോലെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം അജയേട്ടൻ. അജയേട്ടാ നമസ്കാരം, സ്വാഗതം. നമ്മുടെ മെന്റേഴ്സിനെ സ്വാഗതം ചെയ്യാണ്. മെന്റേഴ്സ് വെൽക്കം. കുട്ടീസ് വെൽക്കം. കുട്ടിക്കലവറ. ആർ യു റെഡി? അജയേട്ടാ, എന്നും കാണുന്ന ഒരു ചിരിയല്ല ഇന്ന് അജയേട്ടന്റെ മുഖത്ത്. ഒരു കള്ളച്ചിരി. എന്ത് പറ്റി? ഞാൻ പ്രേമിയെ കണ്ടപ്പോഴേ പറയണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. എന്ത്? അപ്പോൾ അത് ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ചിരി എൻ്റെ പുറത്ത് വന്നതായിരിക്കാം. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കറുത്ത മുത്തായത് ഈ ഡ്രസ്സിൽ. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ അമ്പ് എനിക്ക്. ആദ്യത്തെ അമ്പതിൻ്റെ അല്ല, ഈ ഡ്രസ്സും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യപ്പമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് യഥാർത്ഥ കറുത്ത മുത്തെന്ന് തോന്നി. ഡ്രസ്സും കൂടെ ആയപ്പോൾ മനസ്സുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കണ്ട. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ മറ്റു വേഷങ്ങളിട്ട് വന്നപ്പോൾ വെളുത്ത മുത്തായിരുന്നു. സമ്മതിച്ചു, കറുത്ത മുത്തായിട്ട് തന്നെ ഞാൻ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. ചേട്ടന് നമ്മളുടെ കുട്ടിക്കലവറ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ മെൻറ്റേഴ്സിനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? മെൻറ്റേഴ്സിനോട് എന്തെല്ലാം ചോദിച്ചാലും നമുക്ക് മതിയാവില്ല, കാരണം അത്ര വെറൈറ്റി ഉത്തരങ്ങളാണ് തരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ റീനയെ കാണുമ്പോൾ തന്നെ എനിക്കൊരു ഇന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു ഇതിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റീനയിലേക്ക് തന്നെയാണ് വരുന്നത്. എന്തൊക്കെയുണ്ട് റീന വിശേഷങ്ങൾ? കൊച്ചിയിൽ എന്തൊക്കെയാണ് പുതിയ? പ്രത്യേകിച്ച് ഈ റീനയോട് സംസാരിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണകാര്യം കയറി വരും. ശാലും ഇല്ലാത്ത കാരണം എന്റെ നേർക്കാണ് ഓമ്പ് വെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോരുത്തരുടെ ഭക്ഷണമായിട്ട് കഴിക്കണം. ഇന്നിപ്പോ നറുക്ക് വീണിരിക്കുന്ന എനിക്കാണല്ലേ? അതെ. അപ്പൊ നറുക്ക് വീണെന്നുള്ളതല്ല, റീന പറയുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക കൗതുകമാണ്. അതെ അതെ അതെ. ശബ്ദത്തിന്റെ ആണോ? റീനയുടെ സംസാര ശൈലി അത് ഒരു കൗതുകമുള്ള ഒരു കാര്യം. അതായത് ശ്വാസം വിടാതെ സംസാരിക്കാൻ ഇവിടെ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്തോണ്ട്. അതെ, ശരിക്കും പ്രത്യേകിച്ച് രൂപശ്രീ ഭയങ്കര അസൂയപ്പെടുകയാണ്. കാരണം ഞാനിങ്ങനെ ടപ്പടപ്പേന്ന് സംസാരിക്കുന്ന കണ്ടിട്ട് തമിഴിൽ പോലും ഇത്ര സ്പീഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? അപ്പൊ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഞാനിത് സ്വതവേ ഇങ്ങനെയാണ്. ഇനിയിപ്പോ രൂപശ്രീ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രൂപനോട് ഞാൻ പറഞ്ഞു ഒരു ഓക്സിജൻ സിലിണ്ടർ പുറകിൽ വെച്ച് കെട്ടിയാൽ ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റും. ശബ്ദം ഒരു പ്രത്യേകതയുള്ള ഒരു ശബ്ദമാണ്. ഇത് ഒരു ഫീമെയിൽ ടോൺ ആണല്ലോ. ഇതിന്റെ മെയിൽ ടോൺ ഞാനൊന്ന് പറയാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്.
അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡുലേഷൻ ഉള്ള ആളാണ് നമ്മുടെ ചാരുത. ആ അയ്യോ എന്നെ പട്ടി അടിക്കാൻ വരുന്നേന്ന് പോലും അയ്യോ എന്നെ പട്ടി അടിക്കാൻ വരുന്നേ. നമുക്ക് ചാരുവിനെ ഇങ്ങോട്ട് വിളിച്ച് വിളിച്ചാലോ? നമുക്ക് ചോദിക്കാം. ചാരു വന്നേ. ചാരു വെൽക്കം. വെൽക്കം കുട്ടിക്കളവറ. ചാരു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതെ. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചാരു ഒരേ ലൈനിൽ അങ്ങനെ അങ്ങോട്ട് പോകും. പലരും പറയാണ് ചില സമയത്തൊക്കെ എന്താ അടുക്കിയാണ് പറയാ, അല്ലെങ്കിൽ ചില സമയത്ത് എന്താ പറയാ നമ്മള് എന്താ പറയാ അയ്യോ സോറി നാലെന്താ പറയായി. ഇനി എത്ര വന്നിട്ടില്ല, ഇനി ഉണ്ട് ഇനി എത്ര എന്താ പറയണ്ടെന്ന് ഞാൻ എണ്ണാം. പറഞ്ഞോ. എന്താ അല്ല അതെന്താ ചാരു ഇങ്ങനെ എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആക്കാറുണ്ട്, മനസ്സിലായോ? അത് ഞാൻ ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോ വിളിക്കും, അപ്പൊ പറഞ്ഞാ മതി. അമ്മ ഉണ്ടെന്നുള്ള ധൈര്യമാണോ? ഈ പ്രേമി അടുത്ത് നിൽക്കുമ്പോഴാണോ ഈ പേടി വരുന്നത്? അതോ ഞാൻ നേരത്തെ അജയൻ ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പിള്ളേരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ അവർ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകുന്നു. ഇവിടെ അവിടെ നിന്ന് ഇനിയിക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി, പിന്നെ ഇവിടെ പോവും. എന്തിലും ഒരു എന്താ പറയുക, ഒരു ചിരിയോടുകൂടി നല്ല എന്താ പറയാ, തമിഴിലാണ് പറയുന്നതെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളി ചേച്ചി എന്തൊക്കെയോ മലയാളി ചേച്ചി കുറെ മലയാളം പഠിപ്പിക്കാൻ നോക്കി, പക്ഷെ മലയാളം പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ തമിഴ് പറയുന്നത് നല്ലതെന്ന് മതി, അതുകൊണ്ട് ഒരു മലയാളം பயமாருக்கு ஏதாவது சொன்னாலும் ஒரு தப்பான வார்த்தை அப்படி ஒண்ணுமே சொல்ல. அதனால பயந்துட்டு பேசாம ஒழுங்கா ஒரு லாங்குவேஜ்லயே സ്റ്റേജിൽ പോമ്മ. ഇങ്ങ ഇന്ന് മലയാളം പഠിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ, കേട്ടല്ലോ. முதல் ஆள் இவதான். இவளை பார்த்துதான் எனக்கு ஒரு பயம். இல்ல இது வந்து அடுத்தது ஓகே சொல்லுங்க. நீங்க பயப்பட வேண்டாம். என்னன்னா இது இவருடைய ஒரு ஸ்ட்ராட்டஜி. வரும்பழே ஒரு டோஸ் போட்டா அதுக்கு நம்ம எப்படின்னு வரல, இது வந்து அந்த ஷாக்கிலே இவர் ஸ்கோர் பண்ணிடுவேன். அதனால அதுக்கு இடம் கொடுக்காதீங்க. பயப்பட வேண்டாம். இல்ல நான் அந்த ஷாக்குக்கெல்லாம் அதுக்கெல்லாம் பயப்படுறது கிடையாது. தப்பான வார்த்தை ஃபர்ஸ்ட் இது. രണ്ടാമത് റീന ബഷീർ. റീന ഇവര് രണ്ടുമാണ് ഞങ്ങളുടെ ഈ 10 പേരില് അടിക്കടി വാർത്ത കത്ത് കൊടുക്കരുതല്ല, தப்பான வார்த்தை தான் கத்து கொடுக்கிறது. மோசமானவங்க ரெண்டு பேருமே. அதுக்கு இவர் கையில ലെൻസ് ഇருக்கு കണ്ടുപിടിக்கிறதுக்கு. മിക്കവാറും ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് ഞാനിപ്പോ എന്നെ നോക്കും. ഒന്ന് ബീന ഞെട്ടി. എന്തിനാ ഞെട്ടുന്നേ? എത്ര വർഷമായിട്ട് അറിയാന്നറിയാം. ഞാൻ എപ്പോഴെങ്കിലും ഒരു എന്റെ വായിന്നൊരു മോശം ഒരു വാക്ക് நான் சொல்றதா என்ன இவங்க ரெண்டு பேர்கிட்ட காப்பாத்துறது வந்து பீனா தான். അല്ല ഞാനാണ് രക്ഷിക്കുന്നത് രൂപശ്രീ. ഞങ്ങൾ ആദ്യമേ പറയും, ഞങ്ങൾ ഇന്നതൊക്കെ പറയും, അപ്പൊ ബീന കയറി അറ്റാക്ക് ചെയ്ത് അവളെ രക്ഷിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്ത് വിചാരിച്ചു? മക്കളെ നിങ്ങളെ എവിടെയെങ്കിലും ആപത്തിപ്പെടുമ്പോ ഇനി തൊട്ട് ഓങ്ക്രി മായാവി മാറ്റി ഓങ്ക്രി ബീന ചേച്ചി. വേണ്ട മക്കളെ ആരും വിളിച്ചേക്കണ്ട. അയ്യോ ബീന ചേച്ചി ഒന്ന് സ്റ്റേജിൽ പോയി നിൽക്കൂ. ഇതൊന്ന് വിളിച്ചേ. എന്താണ് ബീനയ്ക്ക് ഇവരോട് ഉത്തരം പറയാനുള്ളത്? കാരണം ഇവര് വിളിച്ചപ്പോ പ്രത്യക്ഷപ്പെട്ടു സ്റ്റേജിൽ. മക്കളെ എന്നെ വിളിക്കുന്നതിനേക്കാൾ എത്രയോ രസമായിരിക്കുന്നറിയോ, ഓം ഗ്രീം അജയൻ ചേട്ടാന്ന് വിളിച്ചു നോക്കിയേ, ആ സ്പോട്ടിൽ വരും. ഇല്ല ഞാൻ വേറെ ആളാ, ബാഹുബലിയാ ഞാൻ ഇവരുടെ ഇടയിൽ. യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോഴേ എന്നെ മറ്റേ വിളിക്കുന്നത്, അങ്ങനത്തെ ഒരു ലൈനാ ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാക്കി. ആരും ഞാനോ? ആ ഇല്ല ഒന്നുമില്ല. പിള്ളേരും ചേച്ചി കൂടെ അടി ഉണ്ടാകാൻ പോകുന്നു. ഒരു അതുകൊണ്ടാണ് അതിനിടയിൽ നമ്മള് വീട്. ബാഹുബലി വരണ്ടേ? എന്നാലും എനിക്ക് സങ്കടം, മായാവിക്ക് പകരം എന്നെ ആക്കണ്ടായിരുന്നു. ഇല്ല മായാവി എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ, അതുകൊണ്ട് അത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മുടെ റീന ചേച്ചി ആരായിരിക്കും? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലുട്ടാപ്പിയെ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? ലുട്ടാപ്പി സ്റ്റേജിലേക്ക് വരണം. ലുട്ടാപ്പി അതെ, ഇവർക്ക് എല്ലാവർക്കും രസിച്ചു. ലുട്ടാപ്പി എന്ന് വിളിച്ചപ്പോ ഇവള് പറഞ്ഞേ എനിക്കൊരു കൂട്ടായി. കൊള്ളാം. മായാവി ലുട്ടാപ്പി എന്തായാലും കുഴപ്പമില്ല അല്ലേ? അപ്പോ എന്തായാലും സന്തോഷം. ലുട്ടാപ്പിയും മായാവിയും എല്ലാവർക്കും സന്തോഷായില്ലേ? ആയി. താങ്ക് യു.
താങ്ക് യു. ചാരു പോവാണോ? പോണ്ടേ? പോവാണോ? അല്ല, പ്രേമിക്ക് കൂട്ടി ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിക്കാം. അജയേട്ടാ, എന്തോ ഇവരുടെ വീഡിയോ കണ്ടാലോ? കാണാം. കണ്ടാലോ? കാണാം. നന്നായിരിക്കില്ലേ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? ടെൻഷൻ ഉണ്ടോ? ഏയ്, ടെൻഷനൊന്നുമില്ല. ഫ്രൂട്ടോമാൻസ് കുട്ടികളവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഇനി ചാരുവിന്റെയും കുട്ടികളുടെയും വിശേഷം കണ്ട് തിരിച്ചു വരാം. ചവിട്ടു എന്ത് അവളെന്തിനാ എന്നെ ചവിട്ടുന്നേ? നീ വലിയ സൂപ്പർമാൻ എന്നല്ലേ പറയണേ? നിനക്ക് ഇക്ലി ഉണ്ടോ? ഇക്ലി ഉണ്ടോടാ? ഇക്ലി ഉണ്ടോടാ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് കുട്ടിക്കാലയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? നിന്നോടാ ചോദിക്കുന്ന. നീ എണീച്ചിരുന്നേ, എണീച്ചിരിക്കെ ജിയോ, എണീച്ചിരിക്കും മര്യാദയ്ക്ക്. നിന്റെ കുറുമ്പ് കൂടുണ്ട് കേട്ടോ. ഇതേ പിന്നെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് വായിലൊക്കെ വെച്ച് ചപ്പിയ സ്പൂൺസ് ഒന്നും പിന്നീട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ പ്രസൻറ്റ് ചെയ്യില്ലേ സാധനം, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേറ്റൊക്കെ ക്ലീൻ ചെയ്ത് ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ എന്താ, നമ്മൾക്ക് ഒരു സാധനം തന്നു കഴിഞ്ഞാൽ ഒരു സാധനം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് ഫുഡ് വേസ്റ്റ് ആക്കാണ്ട് കുറച്ച് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യം കുറച്ചെടുക്കുക, പിന്നെ വേണമെന്ന് തോന്നിയാൽ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇനിയുള്ള ടാസ്കിലൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുമോ? ജിയോ ശ്രദ്ധിക്കുമോ? ജിയോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജിയോനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും, പിന്നെ ഇവിടെ താമസിപ്പിക്കൂല. ഉറപ്പാണോ? എന്താ ഉദ്ദേശം എന്ന് ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ജിയോട് എന്ത് ചോദിച്ചാലും ജിയോ ഒന്നും ഉത്തരം പറയില്ല. കുറേ കിടന്ന് ഒച്ചയുണ്ടാക്കും. ഈ ക്യാമറയിലെ ചേട്ടന്മാരൊക്കെ പിടിച്ചിരിക്കും, ഞങ്ങളെയും പിടിച്ചിരിക്കും. ബാക്കി ഒരൊറ്റ പിള്ളേരില്ല ഇങ്ങനെ. ജിയോ ഏറ്റവും ചീത്ത കുട്ടി. അഭിനന്ദ് പോലും ഇങ്ങനെ ചെയ്യില്ല. അഭിനന്ദൊക്കെ എന്ത് സ്വീറ്റാന്ന് അറിയാമോ? ജിയോ മാത്രം എല്ലാവരും പിടിച്ചിരിക്കും, പറയുന്നൊന്നും കേൾക്കില്ല. എന്താ ഉദ്ദേശം ജിയോ? എന്താ അറിയില്ലാത്തത്? ഉദ്ദേശം എന്താണെന്ന് അറിയില്ലേ? അന്ന് ഇറങ്ങിക്കോ. ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് നിൽക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റുമോ ഇല്ലേ? ഞാൻ പോണോ ജിയോ പോവോ? ഞാൻ പോവോ ജിയോ പോവോ? ഞാൻ പറയുന്നത് കേൾക്കാൻ. ഞാൻ പറയുന്നത് എന്തായാലും ജിയോ കേൾക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ജിയോ നിൽക്കണോ അതോ ഞാൻ നിൽക്കണോ? എനിക്ക് പറ്റില്ല. എന്ന് രാവിലെ തൊട്ട് ചെയ്യാൻ ഉപദ്രവിക്കാൻ തുടങ്ങിയതാ. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അരുന്ധതീനെ ഉപദ്രവിക്കുന്നു. എന്താ ഉദ്ദേശം? അവൾ ഉപദേശിച്ചോ ഇല്ലയോ അതൊന്നും എനിക്കറിയണ്ട. നിൽക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പോൾ ഉപദേശിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഞാൻ പോവാ. എനിക്ക് നിങ്ങളൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. ഇല്ല, ഞാൻ പോവാ. ഇല്ലില്ല, ജിയോ ഒന്നില്ലെങ്കിൽ ജിയോ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോകണം. ആര് പോകും? ജോ, എന്തിനാ തൊഴുത് നിൽക്കുന്നേ? കണ്ണു തുറക്ക്. കണ്ണടച്ച് തൊഴുത് നിൽക്കുക. എന്താ സംഭവം? പ്രാർത്ഥിക്കുവാണോ? അല്ല, പിന്നെ നാണമാണോ? പിന്നെ ജിയോ ഇങ്ങോട്ട് നോക്കി. കണ്ണു തുറക്കൂ മകനെ, നീ അല്ല തെറ്റുകാരൻ. കണ്ണു തുറന്നോളൂ. നന്നായിട്ടുണ്ടല്ലേ, നല്ല രസമായിട്ട് അവര്.
എനിക്ക് ഇത് കണ്ടപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, ചാരുവിന് ചില കോസ്റ്റ്യൂമിൽ വരുമ്പോൾ ആള് മാറും. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങിയതായിട്ടൊക്കെ വരുമ്പോൾ ഈ എന്താണ്ട് ഞാനങ്ങനെ എനിക്ക് ടെൻഷനാന്നൊക്കെ പറയും. പിന്നെ ഇടുക്കി പോകുമ്പോൾ ഉള്ളൊരു ഡ്രസ്സുണ്ട്, ടീഷർട്ടും പിന്നെ എന്തായിരുന്നു അത്, ട്രാക്ക് സ്യൂട്ടും. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് വേറെയാന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. കാരണം അതിനകത്ത് ആ ബെഡിലോട്ട് നോക്കിയപ്പോൾ സത്യത്തിൽ ഒന്ന് ഞാൻ പോലും ഇവിടെ ഇരുന്ന് പേടിച്ചു പോയി. അതെ, കാരണം അഭിനയിക്കാന്നൊന്നും അറിയുന്നില്ലല്ലോ. പിള്ളേര് പാവം 2 പിള്ളേരെ എടുത്ത് ഇതിന് എന്താ പറയാ ഷീറ്റിന്റെ ഇടയിലേക്ക് വെച്ചിട്ട് തലാണ മേളി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി അതിന്റെ മേളിൽ ചാരും കൂടെ കയറി അവൻ തീർന്നു. അല്ല ഒരു റെഡി ആവലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാടാൻ പോവാണ്, അവന്റെ മെത്തേക്ക് വീഴാൻ പോവാന്ന് വിചാരിച്ചു. അതിനുശേഷം അവനെ ചവിട്ടി പുറത്താക്കി, താഴെ വീണു. താഴെ വീണു കട്ടിലിന്ന്. പാവൊന്നുമില്ല, ഞങ്ങള് വളരെ സേഫ് ആയിട്ട് തന്നെ ഞാൻ കളിച്ചല്ലേ ജിയോ? അല്ല അല്ലേ? അരുന്ധതിയോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു കളി കളിക്കാം അരുന്ധതി, ചേച്ചി പറയണതൊക്കെ നീ കേട്ടോളാം, നീ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും പറയരുത്, നമുക്ക് ജിയോനെ ചെറുതായിട്ട് പറ്റിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു ജിയോ നമുക്ക് തർക്കുത്തരം പറയായിരിക്കും എന്നാണ് വിചാരിച്ചത്. ജിയോയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെ എനിക്ക് തോന്നിയത്. പക്ഷെ ഞാനിത് റേസായി ഞാൻ എവിടെയെങ്കിലും വെച്ച് ഇവൻ എന്നോട് തർക്കുത്തരം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഇവനോട് ഇനി ശരിയാവില്ല പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഇവന്റെ ഞാൻ വിചാരിച്ചു ഈ ആളും നടുവൊക്കെ കണ്ടപ്പോൾ നല്ല അസൽ ഗുണ്ടയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് മുഖമൊക്കെ വാടി. അത് കഴിഞ്ഞിട്ട് ശരി ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി നടക്കാൻ പോവാ. പക്ഷെ എന്നാ പറയുന്നത് ഒരു പഞ്ഞിക്കുടുക്ക എന്നൊക്കെ പറഞ്ഞ പോലത്തെ മനസ്സാണ് അവന്റെ. കാരണം ഇതിപ്പോ ഇവിടെ പ്ലേ ചെയ്ത് കണ്ടിട്ട് അവന്റെ ടെൻഷൻ മാറിയിട്ടില്ല. അതാ ഇങ്ങനെ ചെവിയൊക്കെ വെച്ചിരിക്കുന്നില്ല. നീ അങ്ങനെ തമാശക്കാണെങ്കിലും വിഷമിപ്പിച്ചു. തമാശക്ക് വിഷമിപ്പിച്ചതിന് ഇവ നന്നായോ? ദേഷ്യപ്പെടലിന് ശേഷം ഇപ്പൊ ആൾക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ചാരു ജിയോട് ചോദിച്ചല്ലോ ഇവിടെ നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോന്ന് ചോദിച്ചില്ല. ഇവിടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോ ജിയോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഇവിടെ വന്നിട്ട്? എന്താ ഇഷ്ടപ്പെട്ടത്? കുട്ടികളെ വന്നിട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല. ടീച്ചർമാരൊക്കെ അവിടെ നിന്ന് കാണുന്ന പ്രോഗ്രാമാ കേട്ടോ, നിന്നെ വാട്ടായിട്ട് തരില്ല. ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ ചാരുത പൊരിച്ചില്ലേ, അതുപോലെ തന്നെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കും. ഞാനിവിടെ ഒരു കുട്ടിയോട് ആ ചോദ്യം ചോദിച്ചു, ആരാന്ന് പറയില്ല, പറഞ്ഞാൽ എനിക്ക് ടി ഡി കിട്ടും. എന്നാലും ഞാൻ അഭിനന്ദനൊന്നുമല്ല, അഭിനന്ദൻ നല്ല കുട്ടിയാ. ഞാൻ ചോദിച്ചു ഇങ്ങനെ സ്കൂളിലൊന്നും പോകണ്ടേ, ഇവിടെ മതിയൊന്ന്, സ്കൂളിൽ പോയി പഠിച്ചാലല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു സ്കൂളിലൊന്നും പോകണ്ടേ, സ്കൂളിൽ പോയി പഠിച്ചാലല്ലേ വലുതാകുമ്പോൾ ജോലി കിട്ടുള്ളൂ. കുട്ടിക്കളവരെ വന്നിട്ട് ജോലി ഒന്നും കിട്ടത്തില്ല. അന്നേരം അവൻ പറഞ്ഞ എന്നാന്നറിയോ, സ്കൂളിൽ പോയി പഠിച്ചൊക്കെ ജോലി കിട്ടുന്നത്, ഇതിപ്പോ കുട്ടിക്കളവരെ നിന്ന ഹോളിഡേയിൽ ഷെഫായിട്ട് ജോലി കിട്ടും. നല്ലൊരു ആൻസർ അല്ലേ? നല്ലൊരു കയ്യടി കൊടുത്തേ. ഇങ്ങനെ തമാശ പറഞ്ഞു എന്നെ കൊല്ലുവാണ് ഈ ജന്മത്തിൽ. എനിക്കങ്ങ് സ്നേഹം കൊണ്ട് ഞാനങ്ങ് കൊല്ലുന്ന, ഇഷ്ടം കൊണ്ടാണ്, അറിയാവോ? കൊല്ലുന്നതാണ് കള്ളന്മാര്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഒരുപാട് ചിരിക്കാനുള്ളതുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി പേടിച്ചു. ചാരുത ഉദ്ദേശിച്ച കാര്യം കൃത്യമായിട്ട് അത് വർക്കൗട്ടായി. അത് കഴിഞ്ഞിട്ട് ഇവന് പനി പിടിച്ചു, ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ നിൽക്കുന്ന ടെൻഷൻ അടിച്ചു. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഗംഭീരമായിരുന്നു. ഒരു നല്ല ക്ലാപ്പ്, നല്ലൊരു കൈ. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഞാൻ ഇനി വിളിക്കാൻ പോകുന്നത് നീതു. എന്തോ വരൂ, സ്വാഗതം ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ. താങ്ക് യു. വിടുന്നില്ല. ഞാൻ ആലോചിച്ച എന്താ അറിയോ, ഇന്ന് എന്താണോ എനിക്ക് വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാണം കെട്ടു ചേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നാണം കെട്ടൊന്നുമില്ല, ഞങ്ങള് നല്ല രീതിയിലല്ലേ വിട്ടോ. എന്താ എങ്ങനെയാ നാണം കെട്ടെ? നല്ലൊരു പാട്ടിട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്ത്, പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ മതി. നമ്മുടെ മെന്റേഴ്സ്
മെമ്പേഴ്സ് എല്ലാരും ആ പാട്ട് പഠിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് നമുക്ക് ആ പാട്ട് തന്നെ ഇട്ട് നമുക്ക് നീതുവിനെ വെൽക്കം ചെയ്താലോ? പിന്നെന്താ വേണോ? വേണ്ട ചേട്ടാ, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോ പേടിയാ. അതുകൊണ്ട് അവിടെ കുറെ കുട്ടി പിള്ളേരുണ്ടല്ലോ, എവിടെ കണ്ടാലും ദേ അജേട്ടാ, നമ്മുടെ മെന്റേഴ്സ് എല്ലാരും ആ പാട്ട് പഠിച്ചു. മെന്റർമാരെ കമന്റ് അടിക്കരുത്. നിർത്താൻ പറ്റണില്ല. ഇവരോടൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രേമത്തിന്റെ പാട്ടേ പാടും. അല്ല, എന്നാ നമുക്ക് നീതുവിനെ കൊണ്ട് ഇന്ന് പാട്ട് പാടിച്ചാലോ? അപ്പൊ നീതു ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിനിമകളൊക്കെ ഭാവിയിൽ കാത്തിരിക്കുന്നു. അപ്പൊ നീതുവിൽ എന്താണുള്ളതെന്ന് അറിയാനൊരു ആകാംക്ഷ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ പാട്ടാണോ ഡാൻസ് ആണോ ഇനി ഇപ്പൊ പെണ്ണാളെ പെണ്ണാളെ പോലത്തെ ഈ എന്താ അതുപോലത്തെ ആവരുത് ചേട്ടാ. അപ്പൊ എന്താ ഇപ്പൊ ചേട്ടാ, സത്യം പറഞ്ഞ ഞാൻ ഒരു സ്റ്റേജിലും പാട്ട് പാടിയിട്ടില്ല, ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പാട്ട് പാടി, മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കൊരു പേടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പ്രേമി, വേറെ എന്തെങ്കിലും വേറെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്, അത് മതിയല്ലോ. വേണ്ട, ഞാൻ പാട്ട് പാടും ഇവിടെ. അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കോ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുട്ടിക്കലവറയില് ഒരു സ്പെഷ്യൽ സോങ് നീതുവിന്റെ. എൻജോയ്. 4 ലൈനേ ഉള്ളൂ, അതിൽ കൂടുതൽ പാടരുത്. അവിടെ വന്ന് ഞങ്ങള് വലിച്ചിങ്ങോട് കൊണ്ടുപോകും. പറഞ്ഞ വാക്കായിരിക്കണം, വിശ്വസിച്ചാ കേട്ടേക്കുന്നത്. ശരി. മാനം കാക്കണം. ഓക്കെ, കൊച്ചു പിള്ളേർ പാടുന്ന പാട്ട് ഞാൻ പാടുള്ളൂ. ഞങ്ങൾ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പാടട്ടെ? പിന്നെ കണ്ണാൻ തുമ്പി പോകാമോ അത് എഡിറ്റ് ചെയ്ത് കളയണോട്ടോ ചേച്ചി. ചേച്ചി ഒരിക്കലും ഇത് എഡിറ്റ് ചെയ്യരുത്, എന്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ്. കണ്ണാൻ തുമ്പി പോരാമോ, നിന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം, കളിയാടാനീ കിളിമരത്തണലോരം, കളിയാടാനീ കിളിമരത്തണലോരം, കണ്ണാൻ തുമ്പി പോരാമോ, നിന്നോടിഷ്ടം കൂടാമോ. എന്നോടിഷ്ടം കൂടാമോന്ന്, എന്നോടിഷ്ടം കൂടാമോന്നാണ്. അല്ല, അങ്ങനെ എങ്ങാനും പറഞ്ഞിനി ആരേലും വന്നാലോ? നീതുവിന്റെ കുട്ടികളെ വിളിക്കാം. നീതുവിന് കുട്ടികളല്ലേ, രണ്ടുപേരല്ലേ? ദേവനന്ദ, കൃഷ്ണമൂർത്തി വാ. വെൽക്കം. ക്ഷീണിച്ചു അവൻ എന്റെ പെർഫോമൻസ്. ഹേയ്, വെൽക്കം. വെൽക്കം. ചേട്ടാ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത മകൻ ആരാണ്? പിന്നെ പറയേ. അതല്ല, രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത മകൻ രാമമൂർത്തി. അത് പഠിപ്പിച്ചെന്ന് അറിയുമോ? മനസ്സിലായല്ലോ ചേട്ടാ. ഞാൻ നോക്കിയപ്പോ ഇവനെ മടിയിൽ വെച്ച് ബീനി എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല റൈംസോ അങ്ങനെ വല്ല ആയിരിക്കും. ഇതാണ് പഠിപ്പിച്ചത്, ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്താ ബീന ചേച്ചി? കൃഷ്ണൻ വിചാരിച്ചേ അവനോട് ഇത് പറഞ്ഞു കൊടുത്ത് അവൻ ഫുൾ ടൈം ഇത് പറഞ്ഞോണ്ട് നടന്നോളൂല്ലോ, പഠിച്ചോളൂല്ലോ. വേറെ ആരെയും ഉപദ്രവിക്കാതെ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ എനിക്ക് പണി തന്നിട്ടില്ല, മൂത്രി എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. അയ്യോ, പണ്ട് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഏതോ ഒരു മഹാൻ പറഞ്ഞാണ്, പേരിൽ എന്തിരിക്കുന്നു. അതെ, അതുകൊണ്ട് പേര് നോക്കണ്ട, ഇവരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനം. ദേവനന്ദ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമായിരിക്കുന്നു. സുഖമായിരിക്കുന്നോ? അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ചേച്ചിയുടെ പാട്ട് കേട്ടല്ലോ, ഇനിയിപ്പോ മോളുടെ ഒരു പാട്ട് കേൾക്കട്ടെ. 4 വരി. ഏതാ ഉള്ളത്? പെട്ടെന്ന് പാടണം. ഡാൻസ് കളിച്ചാ പോരെ? ഡാൻസ് കളിക്കാനാ പാട്ട്? അപ്പോ പ്രിയമുള്ള കുട്ടിക്കലവറയിലെ കൂട്ടുകാരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൃഷ്ണമൂർത്തി നമുക്കായി ഒരു ഗംഭീര പാട്ട് പാടുന്നു.
പക്ഷെ നന്നായിരുന്നു. കൃഷ്ണമൂർത്തിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം. ഈ മീനുകളൊക്കെ സ്ഥിരം വെള്ളത്തിലാണല്ലോ കിടക്കുന്നത് അല്ലേ? ഈ മീനുകൾക്കൊന്നും എന്താ ജലദോഷം വരാത്തെ? പിന്നെ മീനുകൾക്കൊന്നും വരൂല. അതെന്താ? മീന് വെള്ളത്തിൽ കിടക്കുമ്പോ തലയൊന്നും ഇതില്ലല്ലോ. ഇല്ല. എന്തില്ല? പുല്ലല്ലേ? കുഞ്ഞു മീനല്ലേ? കുഞ്ഞു പഞ്ഞിയ മീന്. ആ, ഇതിപ്പോ ഈ ബ്ലാക്ക് തല വേണമെങ്കിൽ മാത്രമേ പനി വരൂ. ബ്ലാക്ക് തന്നെ ഇല്ല. ഇല്ല. അൽസാബേത്ത്. ഒരു ക്ലാപ്പ് ചെയ്തേ. അൽസാബേത്ത്. അതായത് മീൻ ഓവർകോട്ട് ധരിച്ചോണ്ടാ ഇരിക്കുന്നേ. മീൻ അതായത് നമ്മുടെ മീനിന്റെ ഷീൽഡ് പോലെ അതുങ്ങളുടെ ചിലങ്കി. ചിലങ്കിയല്ല, അതിന്റെ ചിലമ്പ്. അതെന്താ? അല്ല, ചിലമ്പെന്ന് പറയുന്നത് ഭരതനാട്യത്തിന് കൊണ്ടാണ്. അല്ല, അതായത് നമ്മുടെ ഇതില്ലേ, നമ്മളിങ്ങനെ ഞോണ്ടി എടുക്കുമ്പോ കുറെ സാധനങ്ങൾ വെടിവെക്കുന്ന പോലെ സാധനങ്ങൾ നമ്മുടെ ദേഹത്തോട്ട് വീഴത്തില്ലേ? വെടിവെക്കാൻ ഇതെന്താ യുദ്ധോ? അല്ല, നമ്മുടെ ദേഹത്തോടൊക്കെ ഇങ്ങനെ എടുത്തില്ലേ ട്രെന്ന് പറഞ്ഞോണ്ട്. അതെന്താ? ഇങ്ങനെ നമ്മള് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോ അത് പെടത്തില്ലേ? അതിലുള്ള വെള്ളം നമ്മുടെ മേത്തോട് വീഴത്തില്ലേ? അതാ അവൻ ഉദ്ദേശിച്ചേ. ശരി. എന്നിട്ട് എനിക്ക് എന്റെ പേര് കിട്ടി. സ്കിൽസ്. സ്കിൽസ്. സ്കെയിൽസ് എന്നാണ് ഉദ്ദേശിച്ചത്. സ്കെയിൽസ്. അതാണ് അതിന്റെ ഓവർകോട്ട്. അതാണോ അതിന്റെ ഓവർകോട്ട്? അപ്പൊ അത് ഈ മഴക്കോട്ട് ഇട്ടുകൊണ്ട് വെള്ളത്തിൽ കൂടെ നടക്കുന്നതുകൊണ്ടാണ് അതിന് ജലദോഷം വരാത്ത. എപ്പോഴെങ്കിലും ഈ മീനെ പുറത്തെടുത്തിട്ട് തോർത്തി കൊടുത്തിട്ടുണ്ടോ? മീനെ പുറത്തെടുത്ത് ഒറ്റയടിക്ക് ചാവും. അതിന്റെ ഓവർകോട്ടിലെ ചൂടേറ്റാ അപ്പടാന്നങ്ങ് ചാവും. അങ്ങനെയാ സംഭവിക്കുന്നത്. അഭിനന്ദന് പറയാനുണ്ട്. അഭിനന്ദന് ഒരു കാര്യം എല്ലാരും ശ്രദ്ധിച്ചോ. അഭിനന്ദന് പറയാനുണ്ട്, കേൾക്കണം. മീനിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാവുള്ളൂ. ചില മീനിന് പുറത്തെടുത്തിട്ട് കളഞ്ഞ അതിന് ജലദോഷം വരും. വെള്ളത്തിൽ ഇട്ടാ പിന്നെ ജലദോഷം പോവും വെള്ളത്തിലിട്ട. കൊള്ളാം. ആ ചേട്ടനോട് ചോദിച്ചോ, ഉത്തരം നീതു പറയും. മീന് കയറിൽ ചൂണ്ടി പിടിച്ചപ്പോ മീൻ വന്നിട്ട് ആ ചൂണ്ടിനെ കടിച്ചിട്ട് വീണ്ടും ചൂണ്ട് മേടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ചൂടാക്കിയിട്ട് വെച്ചു. ചേട്ടൻ പറയും. എനിക്ക് തോന്നുന്നത് ഇവന് ഈ ചോദ്യം പഠിപ്പിച്ചു കൊടുത്തത് നമ്മുടെ നീതുവാണ്. ഇപ്പൊ കേട്ടതൊക്കെ മനസ്സിലായോ? എനിക്ക് ചില ഏരിയ മനസ്സിലാകാതെ വന്നിട്ടുണ്ട്. ചിലത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഈ പീല് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മീന്. വെള്ളത്തിൽ കിടക്കുന്ന മീനിലറിയില്ല. ഇപ്പൊ പീല്. മനസ്സിലായി. മീന് വെള്ളത്തിൽ കിടന്നു. എന്നിട്ട് വേറൊരു കള്ളൻ ചൂണ്ട് വെച്ചിട്ട് പിടിച്ചു. എന്നിട്ട് മീൻ വന്നിട്ട് കടിച്ചു ചൂണ്ടിനെ. എന്നിട്ട് വീണ്ടും ഒരു വടി എടുത്തിട്ട് ചൂണ്ടാക്കിയിട്ട് വീണ്ടും ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് ആ മീനിനെ പിടിച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ പിടിച്ച് ചൂടാക്കി. അതെന്താ? അതാണ് കരിമീൻ ഫ്രൈ. എന്റെ ദൈവമേ, എനിക്ക് ഇത്ര ബുദ്ധിയുണ്ട്. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണ്. ചേട്ടാ, ചേട്ടന് ഈ ഭാഷ മനസ്സിലാവും അല്ലേ? അല്ല, അതൊരു ഒരു ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. കറക്റ്റ് ആയിട്ട് അതിന്റെ കാരണം എനിക്കൊരു മനസ്സിലായി. അപ്പൊ നമുക്ക് അടുത്ത ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ നമുക്ക് നീതുവിന്റെ വിശേഷങ്ങൾ, കുട്ടികളുടെ വിശേഷങ്ങൾ കണ്ട് തിരിച്ചു വരാം. എന്തുവാ വേണ്ടേ? ഓക്കെ, കിൻഡർ ജോയ് വാങ്ങിച്ചു തരാം. പിന്നെ എന്തോ വേണ്ടേ? ഏത്? ഇരിക്കണോ നിനക്ക്? നിനക്ക് നടന്നൂടെ? എനിക്ക് അപ്പുറത്തുള്ള
ഷോ എങ്കിൽ നീ പോയി എടുത്തിട്ട് വെച്ചല്ലേ അവിടെ കിട്ടും ചെല്ലേ. ചോക്ലേറ്റ് വേണോ? ഏത് വേണം? ആ നമുക്കിന്നുണ്ടല്ലോ ബ്രിഞ്ചോൾ വെച്ച് ഒരു ഡിഷ് ഉണ്ടാക്കി പഠിക്കണം കേട്ടോ. ഇതെന്താ മക്കളെ? പറ. അയ്യേ ഒന്നും അറിയത്തില്ല. ടൊമാറ്റോ. ദേ കണ്ടോ പലതരത്തിലുള്ള മുളക. ഇത് കണ്ടോ? ഇതെന്താന്നറിയാം മക്കളെ? ബജ്ജി ഉണ്ടാക്കുന്ന മുളക കേട്ടോ. മോന് ഇഷ്ടമാണോ ഇത്? നാക്കരിയോ? ഷോ ആ നമുക്കിതൊക്കെ ബില്ല് പേ ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ചിക്കൻ തരാം. ദേവനന്ദ എന്താ കഴിക്കുന്നത്? നൂഡിൽസ്. നിനക്ക് നൂഡിൽസ് വേണോ? ചിക്കൻ ബർഗറും ചിക്കൻ ഫ്രൈയും. എനിക്ക് ചേച്ചിയുടെ പോലെ ചേച്ചിക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് ചേച്ചിയുടെ പോലെ നീ ഇഷ്ടപ്പെടണ്ട കേട്ടോ. ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ബർഗർ മേടിച്ചത്? ഇത് കഴിച്ചിട്ട് ബർഗർ വാങ്ങിച്ചു തരാം. ഫസ്റ്റ് ഇത് കഴിക്കണം കേട്ടോ. എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങളുടെ ഓപ്പണിംഗ് നന്നായിരുന്നു. കാരണം അവനെ എടുത്ത ആ വണ്ടിക്കകത്തേക്ക് കയറ്റി അമക്കി വെച്ചില്ലേ, അതോടുകൂടി അവന്റെ ശല്യം കഴിഞ്ഞല്ലോ അല്ലേ? അതെ, ഓടിക്കളിക്കത്തില്ല. അതിനകത്ത് വെച്ച് അവനെ അറസ്റ്റ് ചെയ്ത് കാല് രണ്ട് ഇപ്പുറത്തായിട്ട് ലോക്ക് ചെയ്തു വലിച്ച് നേരെ വണ്ടി തള്ളിക്കൊണ്ട് വണ്ടി എന്ന് പാർക്ക് ചെയ്തത് വെജിറ്റബിൾ കടയുടെ മുന്നിൽ. ഇത് ചേച്ചിയുടെ മക്കളെവിടെ? വരൂ. ചേച്ചിയായിട്ട് ലുലു മോളിലേക്ക് കറങ്ങാൻ പോയപ്പോ രസമായിരുന്നു. ആ ചേച്ചി എന്താ മേടിച്ചെന്ന്? എന്തോ ഒരു ചിക്കനാണോ മേടിച്ചെന്ന്? എന്താ മേടിച്ചെന്ന്? സാമ്പാറിന് എന്തൊക്കെ ചെയ്യണം ചേട്ടാ? എന്നാലും ഒന്ന് ട്രൈ ചെയ്യാലോ. നമ്മുടെ കുട്ടികൾ ഇവിടെ എന്തൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. നീതുവിനൊന്ന് ട്രൈ ചെയ്തൂടെ അല്ലേ? ഇവിടെ റീന ബഷീർ കെൻഡക്കി സാമ്പാർ വരെ ഉണ്ടാക്കി. ചിക്കൻ സാമ്പാർ, അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത്രയും വെറൈറ്റി ഉണ്ടാക്കുന്ന ആളാണ്. കണ്ടോ? കുമ്പളങ്ങ പായസം. നമ്മുടെ ഒരു കുട്ടി പാക്കിലിരുന്ന് പറയണു തുടക്കം ആദ്യം പരിപ്പ് കഴിക്കണം എന്ന്. ആരാ പറഞ്ഞ? വെരി ഗുഡ്. കേട്ട് പഠിക്ക് നീതു. നീ കേട്ട് പഠിക്ക്. പറയൂ മോനെ. മഞ്ഞപ്പൊടി ഇടണം, മുളക് പൊടി വേണം, അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇടണം, സാമ്പാർ പൊടി വേണം. നീതുവിന് ത്രെഡ് കിട്ടിയില്ലേ? ഞാൻ ചിലപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവോ എന്ന് പേടിച്ചാണ് പറയാൻ. എനിക്കറിയാം. ഇനിയിപ്പോ കിട്ടിയല്ലോ. ഇനിയിപ്പോ എങ്ങനെ ഉണ്ടാക്കുന്നു പറഞ്ഞു. അതെ, അങ്ങനെ തന്നെ. ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ട്. ഉഴുന്ന് പരിപ്പോ? ഉഴുന്ന് പരിപ്പ് ഇടുന്നത്. ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകർക്ക് കുട്ടി കലവറയിൽ നിന്നൊരു പുതിയ ഇൻഫർമേഷൻ. ഉഴുന്ന് പരിപ്പ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം. ഇല്ല ചേച്ചി, കുറച്ച് കല്യാണം ആലോചിക്കാം. സമയൽ കത്തുക്കാമ കുറച്ച് അവർ വീട്ടോട്ട് വെള്ളപ്പോ சொல்லிட்டு വരെ കത്തുക്ക് പറ കുഴந்தைங்க അഴകാ சொல்லுது. ഇല്ല ചേച്ചി, അങ്ങനെ ഹസ്ബൻഡിനെ ഞാൻ തെരഞ്ഞെടുക്കത്തുള്ളൂ. എനിക്ക് ഉണ്ടാക്കി തരും. എത്ര നാളേക്കുമാ? എത്ര നാളേക്ക്? അതെ, ഒരു 1 ഇയറിനുള്ളിൽ പഠിക്കാലോ. ഇவ்வளவு நேரம் என்னமா பண்ணிட்டு இருக்கா? வீட்ல அம்மா சொல்லி தரலையா? അപ്പോ ഇവിടെ പരിപ്പാണ് പ്രശ്നം. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുള്ളത്, ആ പാവം നീതുവിന്റെ പരിപ്പ് നിങ്ങൾ എടുക്കരുത്. ഒരു ദിവസം ഞാൻ നീതുവിന്റെ വീട്ടിൽ വരുമ്പോ എനിക്ക് ഈ കാബേജ് വെച്ചുള്ള സാമ്പാർ ഉണ്ടാക്കി. നീതു സാമ്പാർ വെക്കാൻ പഠിച്ചില്ലേ? ഓ, നമുക്ക് നോക്കാടി. നീ വീട്ടിൽ പോയി പഠിക്കാം. ഉഴുന്ന് പരിപ്പിട്ട് എങ്കിൽ
പറയുന്നില്ലായിരുന്നു എപ്പോഴൊക്കെ ഈ മക്കളെ floor-ല് നമുക്ക് പോടാ, വാ, വാ, വാ. ശരിയാവത്തില്ല ഇരുന്ന് കഴിഞ്ഞാ. വേണ്ട. അങ്ങനെ നമ്മുടെ കുട്ടിക്കലവറയുടെ ഫ്ലോറിൽ നിന്ന് നീതു നമ്മുടെ കുട്ടികൾ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെ വെറുതെ വിടുന്നൊന്നും വിചാരിക്കണ്ട, പുറകെ ഉണ്ട്. വേണ്ടടി, എന്നെ വിടടി. ഞാൻ വിടൂല മോളെ, വിടൂല. പുറകെ വരുന്നുണ്ട് നിനക്ക്. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ അടുത്തതായി നിങ്ങൾ കാത്തിരിക്കുന്ന കലവറയാണ്. അജയേട്ടാ, എന്തോ കലവറയിലേക്ക് പോവാൻ സമയമായി. കലവറയിലേക്ക് പോകാൻ കാരണം ഇന്ന് എന്തൊക്കെയാണ്, ഇന്നത്തെ മെനു എന്താണ്, ഇന്നത്തെ തമാശകൾ എന്താണ്, ഇതൊക്കെ കാണാൻ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. നമുക്ക് കലവറയിലേക്ക് പോയാലോ? ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവേർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിൽ ഇനി കുക്കറി. ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗാർലിക് നൂഡിൽസ്. എനിക്കറിയില്ല എങ്ങനത്തെ നൂഡിൽസ് ആണ്, ചിലപ്പോ സാധാരണ നൂഡിൽസ് ആയിരിക്കും. ചില്ലി ഗാർലിക് നൂഡിൽസ് എന്താ മാത്രം ഡൗട്ട്. അപ്പോഴാണ് ഷെഫ് പറഞ്ഞത് എന്ത് ഈ ചില്ലി ഗാർലിക് നൂഡിൽസ്. അതിന് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു, അപ്പൊ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ സംഭവം കുറേ മുളക് കൂടി വാരി എടുക്കുക, അതിൻ്റെ ഇതിനകത്ത് ഇച്ചിരി നമ്മുടെ വെളുത്തുള്ളി എടുത്ത് ടിങ് 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 എടുത്തിങ്ങനെ നിരത്തിയിടുക. എന്നിട്ട് എന്തോ നമ്മുടെ ഇതില്ലേ സാധനം വരുന്ന നൂഡിൽസ് ക്രഷ് ചെയ്ത് നൂഡിൽസ് ഉണ്ടാക്കി അതിൻ്റെ മണ്ടക്കോട്ട് ഇതെല്ലാം ഇട്ട് ഇളക്കണം. അത്രയുമായി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. വാചകവും പാചകവും അല്ല, ഇവരെ മേയ്ക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ പാതകം. നമ്മുടെ കുസൃതികളും കുരുത്തക്കേടുകളുമായിട്ട് മറ്റൊരു കുട്ടി കലവറ ഉണരുകയാണ്. ഇന്ന് നമ്മൾ ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ട്, ന്യൂഡിൽസ് വെച്ചിട്ടുള്ള കളിയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പിള്ളേർക്ക് പറ്റിയൊരു പരിപാടിയാണ് ഈ ന്യൂഡിൽസ് എന്ന്. 2 മിനിറ്റിനുള്ളിൽ ഇവർ തയ്യാറാക്കൂ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഇവർ തയ്യാറാക്കും ഈ ന്യൂഡിൽസ്. വെറും ന്യൂഡിൽസ് അല്ല, എന്താ പേരെന്ന് ഉറക്കെ പറഞ്ഞേ. യെസ്, ചില്ലി ഗാർലിക് ന്യൂഡിൽസ്. നമ്മൾ തുടങ്ങല്ലേ? ഓക്കെ. ആൻഡപ്പനും അൽസാബിത്തും രണ്ടുപേരിലും എ ഉണ്ടല്ലോ, കൊള്ളാലോ, രസമല്ലേ? തീരുന്നത് ഒരേ വാക്കിലാണോ? എനിക്കറിഞ്ഞൂടാ. നീ സ്റ്റുഡന്റ് ആയതുകൊണ്ടായിരിക്കും എസ് തീരുന്നത്. ഷേക്സ്പിയർ ആരാന്നാണോ? അത് ഇതിങ്ങനെ വലിച്ചു വെക്കും. ഇതിങ്ങനെ വലിച്ചു വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വില്ല് പോലെ ഇങ്ങനെ കുലയ്ക്കും. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുലയ്ക്കുന്ന ആൾക്ക് നമ്മൾ എന്നിട്ട് പറ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നൂഡിൽസ്, ക്യാരറ്റ്, തക്കാളി, ബീൻസ്, സവോള, ക്യാബേജ്, മല്ലിയില, ഉപ്പ്. മല്ലിപ്പൂ എന്താണെന്നറിയോ? മല്ലിപ്പൂ എനിക്കറിയാം, മല്ലിയിൽ കളിക്കുന്ന പൂ. മല്ലിയിൽ കളിക്കുന്ന പൂവാ. അതായത് ആ പൂ വിരിഞ്ഞിട്ടല്ലേ മുരിങ്ങയ്ക്കുണ്ട്. നീ പ്രേമ സിനിമ ഒന്നും കണ്ടിട്ടില്ലേ? മല്ലിപ്പൂ മലര് പറയുന്നേ. ആൻഡപ്പന് ആകെ കൺഫ്യൂഷൻ ആയി. മല്ലിപ്പൂ എന്ന് വെച്ചാൽ നമ്മുടെ മല്ലിച്ചെടിയില്ലേ, മല്ലിച്ചെടിക്കകത്തുള്ളതാണ് മല്ലിപ്പൂവും മല്ലിയില. പിന്നെ ഉപ്പ്, എണ്ണ, ടൊമാറ്റോ ടോസ്. ഇനി എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയോ? എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. ലാലേട്ടോ, എങ്ങനെയാണ് മോനെ നമ്മൾ ഈ പരിപാടി ഉണ്ടാക്കുന്നത്? എങ്ങനെയാന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റവ് കത്തിക്കുക, പിന്നെ ഈ പാൻ വെക്കുക, വെള്ളം ഒഴിക്കുക, നൂഡിൽസ്, ഓക്കെ, വെജിറ്റബിൾസ് ഒക്കെ ഓരോന്നൊക്കെ ചെയ്ത് ജിഞ്ചർ സോസില് ഉപ്പ്, എണ്ണ, എല്ലാ ഐറ്റംസും കൂടി ബാർബി ഡോളിന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടാ? വൻ ആക്ഷൻ ആണല്ലോ. മുടി വെട്ടാൻ ചെല്ലുന്ന സമയത്ത് ചിങ്കീസ് ഒക്കെ നമ്മുടെ അടുത്ത് വർത്താനം പറയില്ല. അത് എന്താ ഈ കാര്യങ്ങളൊക്കെ? ടങ് ട്വിസ്റ്റ് ഏതാ പഠിച്ചേ? ഒന്നുകൂടി പറഞ്ഞേ. നമുക്ക് ഇന്ന് വേറെ തരാം. അപ്പൊ പറ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് അറിയോ? ഈ കുട്ടി
ആദ്യം ഗ്യാസ് കത്തിയ, എന്നിട്ട് എന്നിട്ട് ഇത് ഇടുക, എന്നിട്ട് എണ്ണ ഒഴിക്കുക, എന്നിട്ട് ചൂട് വരുമ്പോ അതില് നൂഡിൽസ് ഇടുക. ചൂട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാവണേ? തിളച്ചു തൊട്ട് നോക്കോ? തിളച്ചു വരും. തിളച്ചു വരും. അത് തിളച്ചു വരും. മനസ്സിലാവും. ഓക്കെ, നമ്മളപ്പോ എന്തായാലും ഇന്നത്തെ ഐറ്റം സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി വരനെടുത്ത് വെച്ച് കാണാം. ഇത് എന്തിനാണോ? കുളിക്കാനാണോ? ഇപ്പൊ ഇടണ്ട, സമയോട്ടെ. വെള്ളം ചൂടായി കഴിഞ്ഞ് വെള്ളം പറ്റിക്കൊണ്ടിരിക്കും. എന്നതാ വെള്ളം അത് തിളക്കട്ടെ, നന്നായി തിളക്കി. വറ്റിയൊന്നും പോയിട്ടില്ല. അതെ, എനിക്ക് ഭയങ്കര ത്രില്ലായി. എല്ലാവരും കണ്ടു എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ കുട്ടിക്കലവറയിലെ ശിവാനിയാണ്. അങ്ങനെ വന്നിട്ടാണ് നടക്കാറ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്നാൻ പാടുള്ളൂ. ഇതെങ്ങനെയായത്? ഞാനിത് എത്ര തവണ പള്ളിയിൽ വെച്ചൊക്കെ തിന്നിട്ടുണ്ട്. ഞാനും തിന്നിട്ടുണ്ട്. മാത്രമല്ലേ നീ ആട്ടെ, നീ എത്ര തവണ തിന്നിട്ടുണ്ട്? നീ എത്ര തവണ തിന്നിട്ടുണ്ട്? 25. കണക്കെന്നെ വെച്ചേക്കുവാ. നൂഡിൽസ് തിന്നുന്നവണ. ഈ നൂഡിൽസ് ഞാൻ തിന്നത് സാധാ നൂഡിൽസ് അല്ല, ഈ നൂഡിൽസ്. ഞാൻ ഈ നൂഡിൽസ് മോനെ ദിനേശ, ഇതാണ് സാധാ നൂഡിൽസ്. സാധാ നൂഡിൽസ് ഇതാ. സ്പെഷ്യൽ നൂഡിൽസ് ആ മറ്റേത്. വീട്ടിലൊക്കെ നമുക്ക് നൂഡിൽസിന് കൂടെ അതാ അതിന്റെ ഒപ്പം തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ പ്ലാൻ? രണ്ടുപേരും കൂടെ. ഇതിപ്പോ എങ്ങനെ വീതിച്ചിരിക്കുന്നത്? അല്ല, അവൻ തന്നെ പറയുന്നത് അവൻ ഇത്ര എണ്ണം ചെയ്തു. അവൻ എന്തൊക്കെയാ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്? അവനാണെങ്കിൽ ആദ്യം അവൻ പറഞ്ഞു നമുക്ക് രണ്ടുപേരും കൂടെ എല്ലാം ചെയ്യുന്നു. പിന്നെ പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞില്ല. പിന്നെ അവൻ തന്നെ 3 4 ചെയ്തു. 3 നൂഡിൽസിന്റെ എല്ലാ പണിയും ഗ്യാസിന്റെയും എല്ലാ പണി, ബാക്കി എല്ലാ പണിയും അത് കഴിച്ചോട്ടെ. ആയിട്ടില്ല. ഇനി വെജിറ്റബിൾസ് ഒക്കെ എത്ര ഇടുണ്ട്? കൊതിയാവുണ്ട്. ഞാൻ ലാസ്റ്റ് തരാം. പൊക്കിക്കോ. യെസ്. മതി. ലോഡ് വരുന്നുണ്ട്. ക്യാബേജ് ഇടലി കൊടുത്ത് ക്യാബേജ്
മുറിച്ചത് എത്ര ചെറിയതാണോ വലുതാണോ? രണ്ടും ഉണ്ട്. ബീൻസ് ഇത്രയുണ്ട്. ഒരു ബീൻസ് ആണ് ഇത്ര ഉണ്ടല്ലോ. ആ ബീൻസ് നമ്മൾ ഇങ്ങനെ മുറിക്കും, എന്നിട്ട് ഇങ്ങനെ നടുക്ക് മുറിക്കും. അങ്ങനെയല്ല, ഓരോ ഇങ്ങനെ ഇങ്ങനെ മുറിക്കും. കാര്യത്തിക്ക് വാങ്ങിയാണ്ട് മഴന്റെ പോലത്തെ മനസ്സാണ്, നല്ല സ്വീറ്റാ. ഇവിടെ ഇടുന്ന ക്യാരറ്റിന്റെ ശിവാനി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ചോദിച്ചില്ലേ മോളെ എപ്പോഴാ ക്യാബേജ് ഇടാ? എപ്പോഴാട്ടാ? നീ കണ്ടില്ലേ ക്യാബേജ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിരിക്കണത്? സത്യത്തെ അങ്ങനല്ല ക്രിസ്ത്യ ക്യാബേജ്. അവരാണെങ്കിൽ പൊറോളാന്നരിഞ്ഞ് കുഞ്ഞു കുഞ്ഞാത്തല്ല, അവർ ക്രഷ് ചെയ്യത്തില്ല. അരിയണതിന് എന്താ പറയണെന്ന് അറിയാമോ? ക്രഷോ അല്ല, ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണത് നീ പറയണ എന്താണെന്ന് അറിയാമോ? നീ കേട്ട് അടിച്ചാലേ മലയാളത്തിൽ അറിയാവോ? അറിയത്തില്ല. കൊത്തി അരിയുക. ഓമയ്ക്ക ക്യാബേജ് കൊത്തി അരിയണം. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവന്റെ വീട്ടിൽ ദിവസവും ഓമയ്ക്ക കൊത്തി അയച്ചില്ല. മൊത്തമായിട്ടുണ്ടല്ലേ നോക്കിക്കേ. ആണോ ഒന്ന് എടുത്തോ ഒരു തുള്ളി? നമ്മളിപ്പോ നൂഡിൽസ് ഇട്ടല്ലേ. നോക്കി നോക്കി നോക്കി. ഞാൻ ഇടാം. ഓക്കെ, ഇടട്ടെ. ശിവാനി ഇടട്ടെ. നീ പിടിച്ചു കൊടുക്കും. കറക്റ്റ് വീഴണേ, പാത്രത്തിൽ തന്നെ വീഴണേ. നല്ലതാണോ നോക്കിയതാ? പിന്നെ അതിന്റെ മണം കേട്ട് കഴിഞ്ഞാൽ അറിയാലോ നല്ലതാണെന്ന്. കുട്ടിക്കലവറയിൽ പങ്കെടുത്ത ആൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇവരെ തേടി ഒരുപാട് അമ്മായിയമ്മ വരെത്താനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പയ്യനാ എന്നൊക്കെ പറയും. അതിന്റെ നമ്മൾ സാധാരണ ഹോട്ടൽസിലൊക്കെ പോണ സമയത്ത് ന്യൂഡിൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫിനിഷിംഗ് ഇല്ലേ? ആ ഫിനിഷിംഗ് ഉണ്ടതാ ഇവിടെ നോക്കി. ഈ 2 കുഞ്ഞുങ്ങളാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? ഞങ്ങൾ കൈ തൊട്ടിട്ട് പോലും ഇല്ല. എന്താ തോന്നണ? കുഴഞ്ഞു തോന്നണോ എന്തോ തോന്നണോ? രണ്ടും തോന്നുന്നുണ്ട്. ഫസ്റ്റ് അടിക്കുക നമ്മളിന്ന് ഉറപ്പാണോ? ഓരോരുത്തരായിട്ട് അവരുടേതായ രീതിയിൽ നല്ല കിട്ടില്ലാമായിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ഫസ്റ്റ് അടിക്കുക? നല്ല പോരാട്ടം ഉണ്ടോ? അവരുടെ രണ്ടുപേരുടെയും കഴിഞ്ഞു. നമ്മൾ റെഡിയായോ? പകർത്തേണ്ട കാര്യമുള്ളൂ. ഇനി എന്താ ചെയ്യാൻ പോണേ? അപ്പൊ അടുത്ത ടീമും ആരുടെയും വായിൽ വെള്ളം ഊർന്ന തരത്തിൽ ന്യൂഡിൽസ് റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ആരായിരിക്കും ഈ 3 പേരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എന്ന് ജഡ്ജസ് പറയാം. അതിനുള്ള വെയിറ്റിംഗ് ആണ്. ആരായിരിക്കും ഉണ്ടാക്കാൻ പോവാ? Wait. വരാം. 3 പേരുടെയും ഞാൻ ടേസ്റ്റ് നോക്കി. ഞാനായിരുന്നു ഇന്നത്തെ ഗിനിപ്പന്നി, പരീക്ഷണ വസ്തു. എന്തായാലും 3 പേരുടെയും കഴിച്ചു നോക്കിയതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തത്, കാണാനുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തത് എന്റെ ഇടത്തെ അറ്റം നിൽക്കുന്ന 2 പേരാണ്. ആദിത്യൻ, ശിവാനി, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ആദിത്യക്ക് ശിവാനിക്ക് നമുക്ക് യോഗ എടുക്കാം. 2 പേർക്കും യോഗ കൊടുക്ക്. ഓക്കെ, ബാക്കി 2 പേരും നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
സത്യമായിട്ട് എനിക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇവരുണ്ടാക്കിയതാണല്ലേ എന്നുള്ളൊരു ഫീൽ കിട്ടിയായിരുന്നു. രണ്ടുപേരുടെയും നല്ലതായിരുന്നു. പക്ഷെ കുറച്ചുകൂടി രുചിയുടെ കാര്യത്തിൽ മേലെ നിന്നത് ഇവർ രണ്ടുപേരായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിന്റെ ഒരു ഒത്തിണക്കം അവരുടെ പ്ലേറ്റിലും അവരുടെ ഡിഷിലും പ്രകടമായിരുന്നു. എന്തായാലും ഒരിക്കൽ കൂടി രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് നാളെ കാണാം. വീണ്ടും ബാക്കിയുള്ള നമ്മുടെ കുട്ടി പാചകക്കാരെ കൂടി ഇങ്ങോട്ട് വരും. വീണ്ടും കുട്ടിക്കലവറ ഉണരാൻ പോവാണ്. അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുക നാളത്തേക്കായിട്ട്. തൽക്കാലം എല്ലാവരും ചേർന്നിട്ട് ബൈ പറഞ്ഞേ. കണ്ടുകൂടാതെ റോൺസേ. അമ്മയ്ക്ക് പ്രസവ വേദനയും മോൾക്ക് വീണ വായനയും എന്ന് പറഞ്ഞതുപോലെയായി കുട്ടിക്കലവറയിലെ കുട്ടിപ്പടയുടെ കാര്യങ്ങൾ. ഉല്ലാസവേളകൾ ആനന്ദകരമാക്കി ഏണിയും പാമ്പും കളിക്കുന്ന ചിലർ. എന്നാ ഇവിടെ കേരള രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ പോക്കിൽ ആകെ ആശങ്കാകുലരാണ് ആന്റോയും അൽസാബിത്തും. നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ ഇവിടെ ഇലക്ഷനൊക്കെ ഇപ്പം കഴിഞ്ഞില്ലേ? ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേ നിന്റെ സ്ഥലത്ത് ആരാ ജയിച്ചേ? നമ്മുടെ സ്ഥലത്ത് ജയിച്ചില്ലേ? ചന്ദ്രിക ചേച്ചി. എന്റെ സ്ഥലത്ത് ആരോ ഒരു ആണാ ജയിച്ചത്. പക്ഷെ ആളുടെ പേരറിയത്തില്ല, ഇതും അറിയത്തില്ല. നീ ഏത് പാർട്ടിയാ? ഞാൻ പാവപ്പെട്ട ഇന്ത്യൻ പൗരൻ. അതെന്താ നിനക്ക് പാർട്ടിയില്ലാത്തത്? ഓ, എനിക്ക് പാർട്ടി എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. പാർട്ടി നമ്മുടെ നാട്ടിൽ എന്തോ വികസനം കൊണ്ടുവന്നേ. നീ ഒന്ന് പറഞ്ഞാന്ന് കേൾക്കട്ടെ. രാഷ്ട്രീയത്തിന്റെ വാലും തലയും ഒന്നും അറിയില്ലെങ്കിലും സംസാരവും ആ കിടപ്പും കണ്ട രാജിവെച്ചൊഴിഞ്ഞ ഏതോ മുൻ മന്ത്രിമാരാണെന്നേ തോന്നൂ. ഉമ്മൻചാണ്ടി പറയും DJP അടുത്ത്, അല്ല BJP അടുത്ത് പറയും. അങ്ങനെ പറയും അവരുടെ അടുത്ത് എന്തുവാ ഇങ്ങനെ ചോദിക്കാൻ, ഇങ്ങനെ പറയാം. എന്നാണ്ട് വോട്ടാവുമ്പോൾ ഇങ്ങനെ പറയണം, നമ്മുടെ പാർട്ടി ജയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി എത്ര അടി കൂടുന്നു. കുഞ്ഞു മനസ്സുകളുടെ രാഷ്ട്രീയ വെടിപറച്ചിലും രാഷ്ട്രീയക്കാരോടുള്ള മനോഭാവം വ്യക്തമാണ്. അഴിമതി, അക്രമം ഇതൊന്നും നമുക്ക് വേണ്ടപ്പ എന്നൊരു നിലപാടാണ് ഇവർക്ക് രണ്ടുപേർക്കും. നിങ്ങൾക്കെല്ലാം വികസനം കൊണ്ടുവന്നോ? ഞങ്ങൾക്ക് ഒട്ടും വികസനം കൊണ്ടുവന്നില്ല. പിന്നെ വലിയ വികസനം എന്ന് പറയാൻ അവർക്ക് കുറെ പൈസ കിട്ടി, അതാ അവരുടെ വികസനം. വികൃതികൾക്കിടയിൽ കളിയും ചിരിയും ഇതൊക്കെ മേമ്പൊടിയായിട്ട് എത്തുമ്പോൾ കുട്ടിക്കലവറ ശരിക്കും കുട്ടികളുടെ ഒരു സ്വർഗമായി തീരുകയാണ്.